പ്രിയപ്പെട്ട പ്രേക്ഷകരെ, CV's യൂണിവേഴ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സമയം ഇപ്പോൾ രാവിലെ 8:50. ഒരു യാത്രയ്ക്കുള്ള പുറപ്പാടിലാണ്. രാവിലെ എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിനിമ കാണാൻ പോവുക. ഞാനും മായയൊക്കെ വല്ലപ്പോഴുമാണ് തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത്. കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് പോയി കാണുമെങ്കിലും ഞങ്ങൾ വല്ലപ്പോഴുമാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണാമെന്ന് വെച്ചു. അങ്ങനെ രാവിലെ ഇറങ്ങിയിരിക്കുക. എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് ഇപ്പോൾ ഒരു സസ്പെൻസ്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. അധികം വയ്യാതെ തന്നെ അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ പറയാം. ഇത് നമ്മുടെ ലുലു മാളിലെ PVRൻ്റെ മൾട്ടിപ്ലക്സ് തിയേറ്ററിലാണ്. PVRൻ്റെ ലെക്സ് തിയേറ്ററിലെ സ്ക്രീൻ നമ്പർ 11-ലാണ് ഭ്രമയുഗം കളിക്കുന്നത്. ഭ്രമയുഗം സിനിമ കാണാനാണ് ഞങ്ങൾ രാവിലെ ഇവിടെ എത്തിയിരിക്കുന്നത്. ലെക്സ് എന്ന് പറഞ്ഞാൽ ലക്ഷറിയാണ്. ഇതൊരു ലക്ഷറി തിയേറ്ററാണ്. സത്യം പറയട്ടെ, ഇതുപോലൊരു ലക്ഷറിയസ് തിയേറ്ററിൽ കയറുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ അങ്ങനെ വിശ്രമിച്ചിരിക്കുകയാണ്. വിശ്രമിക്കുന്ന ഏരിയയാണിത്. തിയേറ്ററിൽ കയറുന്നതിന് മുമ്പ് സമയമായിട്ടില്ല. അപ്പോൾ ഞാൻ വാഷ്റൂമിൽ പോയി. ഇതാണ് എൻ്റെ വാഷ്റൂം. ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിനെ വെല്ലുന്ന ബാത്റൂമാണ് ലെക്സിൻ്റെ ബാത്റൂം. സമയമായി. ഞങ്ങൾ പതുക്കെ ലെക്സിനകത്തേക്ക് കയറി. ചെറിയ ലൈറ്റുകളൊക്കെ വെച്ച് കയറിപ്പോകുന്ന സ്റ്റെപ്പുകൾ വരെ വളരെ മനോഹരമാക്കിയിരിക്കുന്നു. ആകെ ഒരു ലക്ഷറി ഫീൽ. ഇവിടെ ആകപ്പാടെ 6 റോ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. മുൻപിലത്തെ 3 റോ സീറ്റുകൾക്ക് 300 രൂപയും പുറകിലത്തെ 3 റോ സീറ്റുകൾക്ക് 400 രൂപയുമാണ് ടിക്കറ്റ് ചാർജ്. ഞങ്ങൾ പുറകിലാണ് ടിക്കറ്റ് എടുത്തത്. ഞങ്ങളങ്ങനെ സീറ്റിലെത്തി. ഇതാണ് സീറ്റ്. വളരെ നല്ല കുഷനുമൊക്കെയായി ലക്ഷറി സീറ്റ് തന്നെയാണ്. ആ സീറ്റിൽ ഇങ്ങനെ ചില ബട്ടണുകളൊക്കെ ഉണ്ട്. അതെന്താണെന്ന് ഞാൻ ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മനസ്സിലായില്ല. ഈ ബട്ടൺ അടിച്ച ഓരോ മൂവ്മെൻ്റൊക്കെ കിട്ടേണ്ടതാണ്. അല്ല തന്നെ booster seat cushions are available at this cinema. Please contact the duty manager for assistance. ഞാനിങ്ങനെ പരതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിള്ളേർ അതിൻ്റെ ടെക്നിക്ക് കണ്ടുപിടിച്ച് പറഞ്ഞു തന്നു. ഇങ്ങനെ ഈ ബട്ടൺ ഇങ്ങനെ ഞെക്കി പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, താഴെ നിന്ന് ഒരു ഫുഡ് റെസ്റ്റ് ഇങ്ങനെ പൊങ്ങി വന്ന് അങ്ങനെ നമുക്കിങ്ങനെ ചാരി കടന്നുകൊണ്ട് സിനിമ കാണാം. ആടിപ്പൊളി. അങ്ങനെ ആദ്യമായി ഒരു ലക്ഷറി തിയേറ്ററിൽ സിനിമയൊക്കെ കണ്ട് വെളിയിലോട്ട് വന്നു. വെളിയിലേക്ക് വരുന്നത് വേറെ വഴിക്കാണ്, കയറിയ വഴിക്കല്ല. അപ്പോൾ സിനിമയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് കേൾക്കണ്ടേ? പക്ഷേ അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം. നമ്മുടെ വീഡിയോകൾക്കും ഷോർട്ടുകൾക്കും ഒക്കെ അത്യാവശ്യം നല്ല വ്യൂസൊക്കെ കിട്ടുന്നുണ്ട്. അതിന് നിങ്ങളടുത്ത് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. പ്രേക്ഷകരായ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് അങ്ങോട്ട് കൂടുന്നില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ബട്ടണിൽ ചെറുതായിട്ടൊന്ന് ഞെക്കി കറക്റ്റാക്കി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരു നല്ല ഒരു ചലച്ചിത്ര അനുഭവമായിരുന്നു. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മുഴുനീള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണെന്നുള്ളതാണ്. ഞാൻ കുട്ടിക്കാലത്തൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തൊരു മുഴുനീള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഈ ചിത്രം ഏത് ഗണത്തിൽ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഹൊറർ പടമാണ്. പക്ഷേ ഹൊറർ പടമെന്ന് നമ്മൾ കേൾക്കുമ്പോൾ കരുതുന്നത് പോലെ മൂടിയഴിച്ചിട്ട് അലറിപ്പാഞ്ഞ് നടക്കുന്ന യക്ഷികളോ പേടിപ്പിക്കുന്ന മന്ത്രവാദ സീനുകളോ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇല്ല. പക്ഷേ അതിൻ്റെ ഓരോ ഷോട്ടിലും കഥാപാത്രങ്ങളുടെ ഓരോ മൂവ്മെൻറ്റിലും ഹൊറർ എന്നൊരു വികാരം നിറഞ്ഞു കഴിയുന്നുണ്ട്. അത്ര വിദഗ്ധമായി ഈ ചിത്രത്തിൽ ഹൊറർ സന്നിവേശിപ്പിച്ചിരിക്കുന്നത് സംവിധായകൻ്റെ ഒരു മികവ് തന്നെയാണ്. രാഹുൽ സദാശിവൻ എന്ന ഒരു ചെറുപ്പക്കാരനായ സംവിധായകനാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. പിന്നെ അഭിനേതാക്കൾ, നമ്മുടെ മഹാനടനായ മലയാളത്തിൻ്റെ മഹാനടനായ മമ്മൂട്ടി. അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ തികവ് വളരെയധികം നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒരു പടമാണ് ഭ്രമയുഗം. കൊടുമൺ പോറ്റിയായി അദ്ദേഹം ജീവിക്കുകയാണ്. അത്യുഗ്രൻ അഭിനയം. അതുപോലെ കൂടെ അഭിനയിച്ചിരുന്ന നമ്മുടെ അർജുന അശോകനും സിദ്ധാർത്ഥനും
ഉഗ്രമായിട്ടുണ്ട്. അവരും കഥാപാത്രങ്ങളെ വളരെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ചിത്രത്തിലെ ഇമ്പമേറിയ പാട്ടുകളാണ്. 4 പാട്ടുകളിൽ 3 എഴുതിയിരിക്കുന്നത് നമ്മുടെ അന്തരിച്ച പ്രശസ്ത സംഗീത രചയിതാവ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ മകനായ ദിൻനാഥ് പുത്തഞ്ചേരിയാണ്. ഒരു പാട്ട് അമ്മു മറിയ എന്ന ഒരു സോങ് റൈറ്ററുമാണ്. എന്തായാലും 4 പാട്ടുകളും വളരെ ഇമ്പമാർന്നതാണ്. ഈ പാട്ടിൻ്റെ സംഗീത സംവിധാനവും ആലാപനവും നിർവഹിച്ചിരിക്കുന്നത് ക്രിസ്റ്റോ സേവിയർ എന്ന ചെറുപ്പക്കാരൻ ആണ്. എന്തായാലും ആ മ്യൂസിക്കും ഈ സിനിമയുടെ ആ പശ്ചാത്തലത്തിന് വളരെ അനുയോജ്യമാണ്. പിന്നെ ഈ സിനിമ നമ്മൾ OTT ഒന്നും വന്ന് ടി വിയിലിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു എഫക്റ്റ് കിട്ടില്ല. അത് നല്ലൊരു തിയേറ്ററിൽ തന്നെ കാണണം. അങ്ങനൊരു സിനിമയാണ് ഭ്രമയുഗം. എന്തായാലും കൊടുത്ത കാശ് ഒട്ടും തന്നെ നഷ്ടമായില്ല. വളരെ മനോഹരമായ ഒരു എൻ്റർടൈനർ തന്നെയാണ് ഭ്രമയുഗം. ഒരുപക്ഷെ നിങ്ങളെല്ലാവരും തന്നെ മിക്കവാറും എല്ലാവരും തന്നെ ഇത് കാണും. കണ്ടിട്ടില്ലെങ്കിൽ ഇത്തരം പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ അത് മിസ് ചെയ്യാതെ പോയി കാണുക. വളരെ നല്ല പടമായിരുന്നു. അപ്പോൾ ശരി, ഇനി എൻ്റെ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ നിങ്ങൾക്ക് നമസ്കാരം. പൂമണി മാളിക പൊന്മാളിക കാൺകെ തമ്പൂരാനേ പൂക്കളേറ്റു